ഗുഡ് ഈവനിംഗ് തുടങ്ങുന്നത് മുസ്ലിം ലീഗിന്റെ പൊന്നായ പൊന്നാനിയിലേക്കാണ് ഇന്ന്. മാറ്റേറുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ലീഗ് പ്രതിനിധികളല്ലാതെ മറ്റാരും പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിൽ എത്തിയിട്ടില്ല. ഹാട്രിക് വിജയം നേടിയ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. മണ്ഡലത്തിന്റെ പച്ചപ്പ് നിലനിർത്താൻ അബ്ദുസമദ് സമദാനിയാണ് ഇത്തവണ. കോട്ട കുലുക്കാൻ CPIM നടത്തിയ പരീക്ഷണങ്ങൾ ഇതുവരെ വിജയത്തിലെത്തിയിട്ടില്ല. കേരളമൊട്ടാകെ ഇടതുതരംഗമുണ്ടായ 2004-ലും പൊന്നാനി UDF-നൊപ്പം ഉറച്ചുനിന്നു. കുറഞ്ഞു വരുന്ന ഭൂരിപക്ഷമാണ് പൊന്നാനിയിൽ ലീഗിന്റെ ചങ്കിടിപ്പ്. പൊന്നാനിക്കോട്ടയിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് CPIM. വോട്ട് വർധനയിൽ പ്രതീക്ഷയോടെ BJPയും രംഗത്തുണ്ട്. നമുക്ക് വിശകലനങ്ങളിലേക്ക് പോകാം. പൊന്നാനിക്കോട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ദീപക് മലയമ്മ, മുബഷിർ പി അക്ബർ, VS രഞ്ജിത്ത് എന്നിവരാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. അപ്പോൾ പൊന്നാനിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ദീപക്കും രഞ്ജിത്തും അണിനിരന്നു കഴിഞ്ഞു. മുബഷിറിനെ ഉടൻ അണിനിരത്തുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് തുടങ്ങാം. ദീപക്കിൽ നിന്ന് തന്നെ. പൊന്നാപുരം കോട്ട സമദാനി കാക്കുമോ ദീപക്? തീർച്ചയായും ഒരു തരത്തിലുമുള്ള ആശങ്ക നിലവിൽ UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പൊന്നാനിയുടെ ഗ്രൗണ്ടിൽ നിന്ന് നിലവിൽ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2009 തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹുസൈൻ രണ്ടത്താണിയെ കൊണ്ടുവരുന്നു. അതിനുശേഷം അബ്ദുറഹിമാൻ, ഏറ്റവും ഒടുവിൽ PV അൻവർ, ഇങ്ങനെ പ്രബലരായ സ്ഥാനാർത്ഥികളെ പല ഘട്ടത്തിൽ പരീക്ഷിക്കുകയും പൊന്നാനി പിടിക്കാനുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇടത് കോട്ടയായി ആണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഒക്കെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ തന്നെ പൂർണ്ണമായും UDF-നൊപ്പം നിലകൊണ്ട ഒരു മണ്ഡലം എന്നുള്ള സ്വഭാവം പ്രത്യേകിച്ച് പൊന്നാനിക്കുണ്ട്. ഇത്തവണ അബ്ദുസമദ് സമദാനി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ടി മുഹമ്മദ് ബഷീർ KS ഹംസ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഓടിയതാണ് എന്നുള്ള ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലേക്ക് സമദാനിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു കാണേണ്ടത്. പ്രത്യേകിച്ച് ടി മുഹമ്മദ് ബഷീറിന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സാമുദായികമായുള്ള ഒരു പിന്തുണ, മതേതര സ്ഥാനാർത്ഥി എന്നുള്ള ഒരു മുഖം കൊണ്ടുവരാൻ കൂടി ഈ സമദാനിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി സാധിച്ചു എന്നുള്ളത് തന്നെയാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തലായിട്ടുള്ളത്. ഈ പൊന്നാനി മണ്ഡലത്തിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അത് 4 എണ്ണം ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ പോലും കൂടുതലായി ഇത്തരത്തിൽ മതേതര വോട്ടുകളെ സമീപിക്കാനും ഒപ്പം തന്നെ ഈ സാമുദായിക വോട്ടുകളിൽ യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പുകളില്ലാതെ അതിനെ കൊണ്ടുവരാനും കഴിയുമെന്നുള്ള പ്രതീക്ഷ UDF ക്യാമ്പ് ഇപ്പോഴും വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അബ്ദുസമദ് സമദാനിയെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പോലും EK സമസ്തയോടോ അല്ലെങ്കിൽ APയോടോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളായി അദ്ദേഹം മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായി EK വോട്ടുകൾ ഉള്ള മണ്ഡലത്തിൽ ആ വോട്ടുകളെ പൂർണ്ണമായും സമാഹരിക്കാൻ അബ്ദുസമദ് സമദാനിയുടെ വരവോടുകൂടി സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് UDF-നെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പൊന്നാപുരം കോട്ടയായി നിൽക്കുന്ന ആ പൊന്നാനിയെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഇത്തവണയും കഴിയുമെന്നുള്ള പ്രതീക്ഷ UDF ക്യാമ്പ് പൂർണ്ണമായും വെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ആദ്യഘട്ടത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നത് ഈ KS ഹംസ എന്ന് പറയുന്നത് ലീഗിനൊപ്പം നിൽക്കുകയും ലീഗിന്റെ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ പോലും ഇടത് ക്യാമ്പുകൾ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയമായ പോരാട്ടത്തിലേക്ക് അത് കടക്കുകയും CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ GM ബനാത് വാലയുടെ ഒരു പിൻഗാമി എന്നുള്ള നിലയിൽ ഉയർത്തി കാണിക്കാൻ ലീഗിനും ഒപ്പം തന്നെ കോൺഗ്രസിനും അടക്കം സാധിക്കുന്ന സ്ഥാനാർത്ഥിയായി അബ്ദുസമദ് സമദാനി മാറി എന്നുള്ള വിലയിരുത്തൽ കൂടി മണ്ഡലത്തിലേക്ക് വരുന്നു. അങ്ങനെ അങ്ങനെയാണെങ്കിൽ സമദാനിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മണ്ഡലം വച്ചുമാറിയതാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് നോക്കാം. ലീഗിൻ്റെ സാഹചര്യം, UDF-ന്റെ സാഹചര്യം വളരെ അനുകൂലം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പൊന്നാനിയുടെ ചരിത്രം അതാണ്, ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രവും അതാണ് വ്യക്തമാക്കുന്നത്. വളരെ തിളക്കമുള്ള ഒരു വിജയം, നല്ലൊരു ഭൂരിപക്ഷം ജനങ്ങൾ നൽകുമെന്ന ശക്തമായിട്ടുള്ള പ്രത്യാശയുണ്ട്. അപ്പോൾ ദീപക് മലയമ്മ, അങ്ങനെയാണ് പൊന്നാനിക്കോട്ടയിൽ നിന്ന് സമദാനി തന്നെ പറയുന്നത്. നമുക്ക് മുബഷീറിലേക്കൊന്ന് പോകണം. കാരണം മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളായ KS ഹംസ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് വിമത സ്വരമൊക്കെ ഉയർത്തിയ ആളാണ്. ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ചോദ്യങ്ങൾ, അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ഹംസയ്ക്ക് പുറത്തേക്കുള്ള വഴി അങ്ങനെയാണ് തെളിഞ്ഞത്. സംസ്ഥാന നേതാവായതുകൊണ്ട് തന്നെ ലീഗിന്റെ എല്ലാ അടവും രഹസ്യവും അറിയുന്ന പ്രമുഖനാണിപ്പോൾ ഇടതുപാളയത്തിൽ വന്നു നിന്ന് സമദാനിക്കെതിരെ മത്സരിക്കുന്നത്. സമസ്ത നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഹംസ. അപ്പോൾ മുബഷീർ, പച്ചയ്ക്കുള്ളിൽ ചുവപ്പ് കണ്ടെത്തുമോ KS ഹംസ?
സുജയ പാർവതി, നിശ്ചയമായും അത്തരമൊരു പ്രതീക്ഷ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ LDF അണികൾ നേതാക്കളും വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. KS ഹംസയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രാദേശിക തലത്തിൽ തന്നെ വളർന്നു വന്നൊരു നേതാവാണ്. ആദ്യഘട്ടത്തിൽ തൃശ്ശൂരിലെ പ്രാദേശിക കമ്മിറ്റിയിൽ നിന്നും ജില്ലാ നേതാവായി ഉയർന്നു വരുന്നു. പിന്നീട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തി സംസ്ഥാന സെക്രട്ടറിയായി മാറിയ വ്യക്തിയാണ്. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിലൊന്നും തന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം എങ്ങനെയാണ് ശ്രദ്ധയാകർഷിച്ചത് നമുക്കറിയാം. ഇത്തരത്തിൽ ചന്ദ്രിക സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ, അന്തരിച്ച ശിഹാബ് തങ്ങളെ ഇത്തരത്തിൽ ED ചോദ്യം ചെയ്ത സമയത്തായിരുന്നു ഈ ഒരു സംഭവത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചായിരുന്നു KS ഹംസ ആ ഒരു സമയത്തെ വാർത്തയിൽ ഇടം പിടിച്ചത്. പിന്നീട് മുസ്ലിം ലീഗിന്റെ പല സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും ഇത്തരത്തിൽ PK കുഞ്ഞാലിക്കുട്ടി പല ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏകാധിപത്യ ശൈലിയിലേക്കാണ് കൊണ്ടുപോകുന്ന വിമർശനങ്ങൾ KS ഹംസ പരസ്യമായി പുലർത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നതും പിന്നീട് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പാർട്ടിയിൽ പുറത്തു വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയുണ്ടായി. അതിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനായ മൊയ്നലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു KS ഹംസയുടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 53 വർഷത്തിനു ശേഷമാണ് പൊന്നാനിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അത് നിയോഗിക്കപ്പെട്ടത് KS ഹംസയാണ് എന്നുള്ളതാണ്. CK ചക്രപാണിയും ഇമ്പിച്ചി പാവയും അതുപോലെ തന്നെ കൃഷ്ണനും ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കൾ വിജയിച്ചു വന്നൊരു മണ്ഡലത്തിൽ ഇത്തവണയും CPM പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അത് ഇത്തരത്തിൽ KS ഹംസ എന്ന് പറയുന്ന മുൻ ലീഗ് പ്രവർത്തകരുടെ തന്നെയാണ്. അദ്ദേഹം ഈ ഒരു സമുദായ നേതാക്കളുമായി വെച്ച് പുലർത്തുന്ന ബന്ധം, സമുദായ സംഘടനകളുമായി അദ്ദേഹത്തിനുള്ള ബന്ധം, അതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. AP സമസ്തയുമായി വളരെ അടുത്തമുള്ള വ്യക്തിയായിട്ടാണ് KS ഹംസയെ കണക്കാക്കുന്നത്. EK സമസ്ത വിഭാഗം, കേരളത്തിലെ പ്രബല സാമുദായിക സംഘടന എന്ന് അവകാശപ്പെടുന്ന EK സമസ്ത വിഭാഗത്തിന്റെ പല പരിപാടികൾക്കും നടക്കാറുള്ളത് ഈ ഒരു KS ഹംസയുടെ ചുമതലയുള്ള സ്ഥാപനങ്ങളിലാണ് തൃശ്ശൂർ എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. ആ നിലയിൽ ലീഗിലെ തന്നെ ഇത്തരത്തിൽ സമസ്തയിലെ തന്നെ ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കളുടെ ആവശ്യം ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗം സമുദായ സംഘടനകളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ നേരത്തെ ദീപക് മലയമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ നിലയിൽ പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി തന്നെയായിരുന്നു ലീഗിൽ അദ്ദേഹം. നേതാക്കളുടെ പല വിവരങ്ങളും അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ ഒരു പരിപാടിയിൽ തന്നെ അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരോക്ഷമായ വിമർശനം ഉന്നയിച്ച് നമുക്കറിയാം. ഹൈദരലി ശിഹാബ് തങ്ങളെ വേട്ടയാടിയതിന് പിന്നിൽ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളാണെന്ന് പറയുമ്പോൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തരത്തിലുള്ള ആ ഒരു തങ്ങളോട് ഉൾപ്പെടെയുള്ള ആ ഒരു അനുഭാവം ആ നിലയിൽ ലീഗ് നേതാക്കളെ ചൂഷണം ചെയ്തു എന്ന ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും ഇത് ഇടതുപക്ഷത്തിന് വോട്ടായി മാറും. ആ നിലയിൽ ആ ഒരു വിഷയങ്ങളൊക്കെ തന്നെ പ്രചാരണം ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് KS ഹംസയും മുന്നോട്ട് പോകുന്നത്. CK ചക്രപാണിയും അതുപോലെ തന്നെ ഇമ്പിച്ചി പാവയിലൂടെയും ലോക്സഭാ മണ്ഡലം നേടിയെടുത്ത ഒരു ചരിത്രം ഇടതുപക്ഷത്തിന് പൊന്നാനിയിലുണ്ട്. സ്വാഭാവികമായും KS ഹംസയിലൂടെയും അത് സാധ്യമാക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നത്. പൗരത്വ ഭേദഗതി വിഷയം തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇടതുപക്ഷം ആ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടില്ലാന്ന് പറയുമ്പോൾ പ്രതീക്ഷകൾക്കപ്പുറം എന്താണ് അവസാനമായി പറയാനുള്ളത്? ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി. കേരളത്തിലെ ജനത മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്നവരാണ്, സെക്യുലറിസത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ഏത് മതമോ ഏത് ജാതിയോ എന്നുള്ള പ്രശ്നമല്ല, അവിടെ ഒരു നീതിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ജനത പ്രബുദ്ധമായി ചിന്തിക്കും. അങ്ങനെ അധികം കിട്ടുന്ന വോട്ട് കൊണ്ട് ജയിച്ചു കയറാനും കഴിയും എന്നുള്ള ഒരു സംശയവുമില്ല. വിജയം ഇവിടെ സുനിശ്ചിതമാണ് ഈ തെരഞ്ഞെടുപ്പ്. സേഫ് ആണെന്നാണ് KS ഹംസ പറയുന്നത്. നമുക്ക് രഞ്ജിത്തിലേക്ക് കൂടി പോകണം. കാരണം ഇടതും വലതും തമ്മിൽ, അല്ലെങ്കിൽ ലീഗും CPIM-ഉം തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണോ? അവിടെ NDAയുടെ ഒരു റോൾ എങ്ങനെയാണ്? ഗുരുവായൂരിലും കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിലുമൊക്കെ പൂക്കൾ എത്തിക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൽപ്പെടുന്ന തിരുനാവായയിലെ താമര പൂപ്പാടത്ത് നിന്നാണ്. അവിടെ എന്തായാലും പൂപ്പാടത്ത് നല്ല വിളവെടുപ്പുണ്ടെന്ന് കേൾക്കുന്നു. NDAയ്ക്ക് 1 ലക്ഷത്തിലധികം വോട്ടുള്ള മണ്ഡലത്തിൽ BJP പ്രതിപക്ഷമായിരിക്കുന്ന താനൂർ നഗരസഭയുള്ള പൊന്നാനിയിൽ VS രഞ്ജിത്ത്, നിവേദിത സുബ്രഹ്മണ്യൻ അത്ഭുതം കാട്ടുമോ? എത്ര വോട്ട് വരെ കൂട്ടിവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ? സുജയ, ഈ പൊന്നാനിയിലൊരു സാമൂഹ്യ ഭൂപടം ഒരിക്കലും BJPക്ക് അനുകൂലമായിട്ടുള്ളതല്ല. പക്ഷേ BJP ഘട്ടം ഘട്ടമായി വോട്ട് ഉയർത്തിയ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ VT രമ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു. അവർ 1,10,000 വോട്ട്, 1,10,603 അവരുടെ വോട്ട് എന്ന് പറയുന്നത്. അതിനു മുൻപ് അവിടെ നാരായണൻ എന്ന് പറയുന്ന BJPയുടെ ജില്ലാ ഭാരവാഹി മത്സരിച്ച സമയത്തും അദ്ദേഹം നേടിയത് 75,000 വോട്ട് മാത്രമാണ്. അതിന് തൊട്ടു മുമ്പ് 45,000 ആയിരുന്നു അവിടുത്തെ വോട്ട് നില എന്ന് പറയുന്നത്. അപ്പോൾ 45,000 75,000 ആവുകയും അത് പിന്നീട് 1,10,000 ആവുകയൊക്കെ ചെയ്യുന്നു. നിവേദിത സുബ്രഹ്മണ്യത്തെ പോലെ വളരെ പ്ലസന്റ് ഫേസ് ഉള്ള, ആളുകളുമായി നന്നായി മിങ്കിൾ ചെയ്യുന്ന ഒരു അഭിഭാഷകയായിട്ടുള്ള, ഒപ്പം തന്നെ ഒരു വളരെ
പ്ലീസിംഗ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലും അതുപോലെ BJPക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്നു. അതൊക്കെ കൂടി BJP ഒരു 1.5 ലക്ഷം വോട്ട് പൊന്നാനിയിൽ പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് BJP വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊന്നാനി പക്ഷേ ഒരു കാരണവശാലും BJPയുടെ വോട്ട് പിടുത്തം കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് നഷ്ടമോ ലാഭമോ ഉണ്ടാവാനില്ലാത്ത ഒരു മണ്ഡലമാണ്. UDFന്റെ സേഫായ ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ LDF പ്രതീക്ഷ വെക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ BJPക്കും പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ താനൂരിലാണെങ്കിലും തമനൂരിലാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും കോട്ടക്കലിലാണെങ്കിലും ഒക്കെ BJPക്ക് പ്രതീക്ഷയുള്ള ചില ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെയാണ് LDFും പ്രതീക്ഷ വെക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. നമുക്കപ്പോൾ നിവേദിത സുബ്രഹ്മണ്യത്തിന്റെ പ്രതീക്ഷ എങ്ങനെയാണ് എന്ന് നോക്കാം. രഞ്ജിത്ത് പറഞ്ഞു നിർത്തിയെടുത്തത് നിവേദിതയുടെ വാക്കുകളിലേക്ക്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ മോദി സർക്കാരിനോടൊപ്പം തന്നെ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. മാറിയ സാഹചര്യത്തിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് NDAനെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയ മുന്നേറ്റം നടത്തി. ഇപ്രാവശ്യം വിജയിക്കുന്നതിനായിട്ടുള്ള പ്രയത്നം തന്നെയാണ് നടത്തുന്നത്. വലിയ മുന്നേറ്റം തന്നെ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരുവാനും പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങൾ 3 പേരും പ്രകടിപ്പിച്ചതുപോലെ 3 സ്ഥാനാർത്ഥികളും വയ്ക്കുന്നത്. ഞാൻ മുബഷീറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മുബഷീർ, ആ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പൊന്നാനിയുടെ ഒരു പൾസ് എങ്ങനെയാണ്? നാട്ടുകാരുടെ ഒരു പറച്ചിൽ എങ്ങനെയാണ്? സുജയ, അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജീവൽഗന്ധിയായ നിരവധി പ്രശ്നങ്ങൾ പൊന്നാനിയിൽ ചർച്ച ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തന്നെ പല ഘട്ടങ്ങളിൽ മഴയൊക്കെ തന്നെ കനക്കുന്ന സാഹചര്യത്തിൽ പൊന്നാനിയിൽ ഉണ്ടാകുന്ന കടൽക്ഷോഭം ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അവിടെ തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൊന്നാനിയും താനൂരും പരപ്പനങ്ങാടിയും അടങ്ങുന്ന തീരദേശവാസികളുടെ ആ ഒരു ദുരിത ജീവിതം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അവർക്ക് ഈ ഒരു കടൽക്ഷോഭത്തെ തടഞ്ഞു നിർത്താൻ പാകത്തിലുള്ള ഒരു കടൽ ഭിത്തി എന്നുള്ളത് ഏറെ നാളെക്കാലത്തായിട്ടുള്ള ആവശ്യമാണ്. അതിന് ഏത് തരത്തിലുള്ള ഇടപെടൽ ഈ ഒരു ജനപ്രതിനിധികളുടെ ഭാഗത്തുണ്ടാകുമെന്നൊരു ചോദ്യം സ്വാഭാവികമായി പൊന്നാനിക്കാർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടം മുതൽ പ്രചാരണ രംഗത്തുള്ളത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KS ഹംസ തന്നെയാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമെങ്കിലും സ്ഥാനാർത്ഥി CPM പ്രഖ്യാപിച്ചതോടുകൂടി വളരെ സജീവമായി അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സമദാനി പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളും നിവേദിത സുബ്രഹ്മണ്യവും അബ്ദുൾ സമദ് സമദാനിയും KS ഹംസയും വളരെ സജീവമായി പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു റമദാൻ മാസമായതുകൊണ്ട് അതിൻ്റെ ചെറിയ ഒരു ക്ഷീണം ആ നിലയിലുള്ള പ്രചാരണ പരിപാടികളിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ പ്രചാരണത്തിന് ചൂടാറാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഈ നേരത്തെ ഇടതുപക്ഷ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ കോട്ടക്കൽ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കോട്ടയാണ്. മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നേട്ടമുണ്ടാക്കി കൊടുത്തുള്ള ഒരു മണ്ഡലമാണ് കോട്ടക്കൽ എന്ന് പറയുന്നത്. ആ ഒരു കോട്ടക്കൽ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ KS ഹംസയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾ ഇടതുപക്ഷ പ്രവർത്തകർ സജീവമായി തുറന്നു. ഈ ചുവരെഴുത്തുകൾ, പോസ്റ്റർ പതിപ്പിക്കൽ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ലീഗിനെ സംബന്ധിച്ച് ഗൃഹസന്ദർശനങ്ങളിലൂടെയാണ് ഇപ്പോൾ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ പഞ്ചായത്ത് തലങ്ങളിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യത്തിന്റെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഇഫ്താർ പരിപാടികൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളുടെ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ മണ്ഡലം കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു പ്രതിനിധിയെ തന്നെ ലോക്സഭയിലേക്ക് അയക്കണം എന്നുള്ളത് തന്നെയാണ് പൊന്നാനിക്കാരുടെ ആവശ്യം. അവിടെ നമുക്കറിയാം ന്യൂനപക്ഷം മുസ്ലിം വിഭാഗം 60% മുകളിൽ വരുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായും പൗരത്വ ഭേദഗതി വിഷയം പ്രധാന ചർച്ചാ വിഷയമായി മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മുന്നണികളും LDFും UDFും ഈ ഒരു വിഷയത്തിലുള്ള പ്രചാരണ പരിപാടികൾ വളരെ സജീവമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. സുജയ.